ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांद राधा कांद नमस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी क्षमानु सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरूपे च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर सुभासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। जयदम सुरदो पंगुर्मम वंदमदिद्धि സർവസ്യ പാദാംബുജോ രാധാ മദൻ ഹരേ കൃഷ്ണ ഹരി ഓം തസ്സത്. നമ്മളിന്ന് വായിക്കുന്നത് വൈഷ്ണവ എറ്റിക്കേറ്റ്സ്. ഇത് കിച്ചൺ പാർട്ട് 2 കിച്ചൺ. അടുക്കളയിൽ എന്തെല്ലാം മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത്, എന്തെല്ലാം എറ്റിക്കേറ്റ്സ് ആണ് നമ്മൾ പാലിക്കേണ്ടതെന്നാണ് വായിക്കുന്നത്. So the kitchen is an extension of altar because whatever is cooked there will be offered to the deities. So whatever one is doing in the kitchen should be done with care and attention for the deities. നമ്മുടെ കിച്ചനെ ഒരു ടെമ്പിളായിട്ടിനെ കാണണം. അവിടെ മാലിന്യം അവിടെ കണ്ടമിനേറ്റ് ചെയ്യാൻ പാടില്ല. സാധാരണ കിച്ചണിൽ വെച്ച് കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പല സ്ഥലത്തും കിച്ചണിൽ ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കും അല്ലെ, അവിടെ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അതിനൊരു ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ വേർവർ പോസിബിൾ നമ്മൾ കിച്ചണിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മൾ ഭോഗ ഓഫർ ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, വളരെ ശ്രദ്ധയോടും ശുചിത്വത്തും കൂടി ആണ് നമ്മൾ ഇത് ചെയ്യേണ്ട അടുക്കളയിലത്തെ കാര്യങ്ങൾ. ഭഗവാന് ഭോഗ ഓഫർ ചെയ്യാണ് ചെയ്യുന്നത്. അത്രയും അറ്റൻഷൻ കൊടുക്കണം. ഡേറ്റീസിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നതാണ്, നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിനല്ല. ഭഗവാൻ കൊടുക്കുന്ന അത്രയും ശുചിത്വത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മൾ അത് ചെയ്യണം എന്നാണ്. Where the deities are formally installed as in the temple, standards expected are quite high and strict. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയാണ്. ഹോം ഡേറ്റീസ് അതിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അമ്പലത്തിലത്തെ പോലെ ആ സ്ട്രിക്റ്റ് റൂൾസ് ഇല്ല. പക്ഷെ അത് പ്രാണപ്രതിഷ്ഠ നമ്മളെന്താണ്, നമ്മൾ വീട്ടിലെ ഡേറ്റീസ് വെൽക്കമിങ് ചെയ്യാന്ന് പറയാം. ഇൻസ്റ്റാളിങ് അല്ല, പ്രാണപ്രതിഷ്ഠ അല്ല ചെയ്യുന്നത്, വെൽക്കമിങ് ദ ഡേറ്റീസ്. അതും ടെമ്പിൾ വേർഷിപ്പും സ്റ്റാൻഡേർഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഡേറ്റി ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ ടെമ്പിൾ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റഡ് ആർ ക്വൈറ്റ് ഹൈ ആൻഡ് സ്ട്രിക്റ്റ്. In comparison, some degree of concession may be offered in respect of household deities where it is possible to maintain the same standard, where it is not possible to maintain the same standard. For example, it is a rule that one should not eat in the kitchen or in front of the deities. അത് റൂളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചില ആൾക്കാരെ വീട്ടിൽ ഡൈനിങ് ടേബിൾ കിച്ചണിലായിരിക്കും. അപ്പൊ എന്താ ചെയ്യാ, അവർ കട്ടിൽ കൊണ്ട് അത് നമ്മൾ പ്രസാദം ഓണർ ചെയ്യുന്ന സമയത്ത് ഡേറ്റി ആ കട്ടൻ കൊണ്ട് മൂടും. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. All in one room, so it may not be possible to follow the above rules. Householders, however, should keep the ideal standard in mind and try to come as close as it is possible in the particular situation. അപ്പോൾ നമ്മളുടെ ദേശകാല പാത്രം അനുസരിച്ചിട്ട്, ടൈം പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര മാക്സിമം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും
അതുപ്രകാരം നമ്മൾ ബിഹേവ് ചെയ്യണം. വൺ ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് വൺ ഈസ് കുക്കിംഗ് ഫോർ കൃഷ്ണ. ഇത് നമ്മുടെ മനസ്സിലെപ്പോഴുണ്ടായിരിക്കണം. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കല്ല, നമ്മൾ എന്തിനാണ് നമ്മുടെ ഭഗവാന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ സുപ്രീം ലോഡാണ്. നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ എത്ര ശ്രദ്ധയോടുകൂടി നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭോഗ തയ്യാറാക്കുന്നല്ലേ. ഇവിടെ ആ ഗസ്റ്റ് സാധാരണ ഗസ്റ്റ് അല്ല, ഇവിടെ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും നാഥനായിട്ടുള്ള സുപ്രീം ഫാദറുകൾ. അപ്പൊ അവർക്ക് അത്രയും നിഷ്ഠയോടുകൂടിയിട്ട് അത്രയും ശുചിത്വത്തോട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ശ്രമിക്കണം എന്നാണ് പറയുന്നത്. The more careful one is in regard to these small rules, the more one becomes conscious that one is not cooking for oneself but for Lord Krishna himself. അപ്പൊ എപ്പോഴും ഇത് നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിനല്ല എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. Only clean, uncontaminated clothes must be worn in the kitchen. Clothes that have been used outside or in the bathroom cannot be used. വളരെ ക്ലീൻ ആയിട്ടുള്ള ശുദ്ധിയോടുകൂടിയുള്ള അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ പുറത്തേക്ക് പോയി ജോലി ചെയ്ത് വന്നു, അവിടെ നേരെ നമ്മൾ അപ്പോൾ കയ്യും കാലും കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്, എസ്പെഷ്യലി നമ്മൾ സമ്മർ സീസണൊക്കെ വളരെ വേർത്തിട്ടൊക്കെ ആയിരിക്കും വരും. അപ്പോൾ അതൊക്കെ ശുചിത്വത്തോടുകൂടി നമ്മൾ ഡേറ്റീസിനെ സമീപിക്കാൻ പാടുള്ളൂ. ഫിംഗർ നെയിൽ ഷുഡ് ബി ക്ലീൻ ആൻഡ് ക്ലിപ്ഡ്. പിന്നെ അത് അനാവശ്യമായിട്ട് നഖങ്ങൾ വളർത്തുക, നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്യുക, അതിനെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഹാൻഡ്സ് മസ്റ്റ് ബി വാഷ് അപ്പോൺ എൻറ്ററിങ് ദ കിച്ചൺ ബിഫോർ ബിഗിനിങ് കുക്കിംഗ്. ഇൻ ദ ടെമ്പിൾ ബാത്ത് മസ്റ്റ് ബി ടേക്കൺ ബിഫോർ കുക്കിംഗ്. അറ്റ് ഹോം ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ഡു സോ. ടെമ്പിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ട് വേണം പ്രസാദം അല്ലെങ്കിൽ ഭോഗ അത് കുക്ക് ചെയ്യാൻ വേണ്ടി. വീട്ടിലും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ കൈയും കാലും മുഖം കഴുകിയിട്ട് ക്ലീൻ ആയിരിക്കണം. വൺ ഷുഡ് നോട്ട് പുട്ട് എനിത്തിങ് ഇൻ വൺസ് മൗത്ത് ഇൻ ദ കിച്ചൺ. കഴിക്കാൻ പാടില്ല. വൺ ഷുഡ് നോട്ട് റിൻസ് വൺസ് മൗത്ത് ഇൻ ദ കിച്ചൺ സിങ്ക്. കിച്ചൺ സിങ്ക് നമ്മൾ ഭഗവാന്റെ പാത്രങ്ങൾ യൂട്ടൻസിൽസ് കഴുകാൻ സെപ്പറേറ്റ് സിങ്ക്, നമ്മളുടെ സെപ്പറേറ്റ് സിങ്ക് യൂസ് ചെയ്താൽ 2 സിങ്കിൻ്റെയും വളരെ നന്നായിരിക്കും. ഒരേ സിങ്കിൽ കഴുകാം. പിന്നെ വായ കഴുകുന്നതൊക്കെ അതിന് സെപ്പറേറ്റ് സിങ്ക് ആയിരിക്കണം, സെപ്പറേറ്റ് വാഷ് ബേസിനായിരിക്കണം. കിച്ചണിൽ അത് ചെയ്യാൻ പാടില്ല. In particular, one should not taste or smell a preparation to taste it. ഇതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ മധുരമുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യുന്ന മുമ്പേ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായി? അത് മൂച്ചിയായി. എന്താ മൂച്ചി പറഞ്ഞ? കണ്ടാമിനേറ്റ് ജൂട്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശുചിയായിരിക്കണം. നമ്മ അത് കഴിക്കാൻ പാടില്ല. ഭഗവാന് പ്യൂറായിട്ട് കൊടുക്കാൻ പാടില്ല. Where possible, there should be no eating or drinking in the kitchen area. If this is unavoidable, the curtain in front of the deities must be drawn. അത് നിവൃത്തിയില്ലാത്ത സമയത്ത് കട്ടൺ ഉണ്ടായിരിക്കണം, വലിയ കട്ടൺ. ആ ഡേറ്റി ടെമ്പിള് ക്ലോസ് ചെയ്യാൻ തക്ക വിധത്തിൽ ഒരു വലിയ കട്ടൺ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രശ്നമില്ല. അങ്ങനെ വേറെ നിവൃത്തിയില്ലെങ്കിൽ ഡൈനിങ് റൂമില്ല, ഒരു റൂമേ ഉള്ളൂ വെച്ചാൽ. So the vessels in which bhoga is cooked for the deities in particular, and the plates and the cups in which bhoga is offered should be kept washed separately from the plates, cups and glasses which the family devotees eat and drink. ഇപ്പൊ ഭഗവാന് യൂസ് ചെയ്യുന്ന എല്ലാ പരഫനാണിയും, അതായത് പ്ലേറ്റ്സ്, കപ്സ് എല്ലാം സെപ്പറേറ്റ്ലി വാഷ് ചെയ്യണം. മറ്റേ നമ്മളുടെ ജൂട്ട പ്ലേറ്റ്സ് ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ സെപ്പറേറ്റ് സിങ്ക് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ എന്നിട്ട് സെപ്പറേറ്റ് സ്ഥലത്ത് വെക്കണം. നമ്മൾ കഴിക്കുന്ന ആ പ്ലേറ്റ്സിനോടോ കപ്സിനോടോ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല. If one has an infectious disease, one should not work in the kitchen area as one may contaminate the bhoga and the vessel. അപ്പോൾ കണ്ടേജിയസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ കിച്ചണിൽ ഉണ്ടാവാതിരിക്കുക. കാരണം വെച്ചാൽ അത് നമ്മളുടെ ഭോഗ കണ്ടാമിനേറ്റ് ചെയ്യും, പാത്രങ്ങളെ കണ്ടാമിനേറ്റ് ചെയ്യും. If one touches the floor or the dustbin or the lower parts of one's body, one should wash it. നമ്മൾ ജൂട്ടായിട്ടുള്ള എന്ത് സ്ഥലം, എസ്പെഷ്യലി എന്താ പറയുക, ഫ്ലോർ, ഡസ്റ്റ്ബിൻ, ലോവർ പാർട്സ് ഓഫ് ബോഡി നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ ഇപ്പോൾ ഉടനെ നമ്മൾ കൈ അറ്റ്ലീസ്റ്റ് നമ്മൾ ആചമനം ചെയ്യണം. There should be no unnecessary talking in the kitchen. ചിലപ്പോൾ പാടില്ല. ഒരു ലൈറ്റായിട്ട് ജപ മെഷീൻ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലാം, ഓക്കെ, ഡിവോഷണൽ സോങ് ചൊല്ലാം,
അല്ലെങ്കിൽ അത് ടേപ്പിലോ കാസറ്റിലോ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. The cooking platform, stove, sink, etc. should be cleaned up before and after cooking. കുക്കിങ്ങിന്റെ മുമ്പേ അതിന് ശേഷം അതെല്ലാം ആ സ്ഥലവും സിങ്കും കുക്കിംഗ് പ്ലാറ്റ്ഫോമും സ്റ്റവ് എല്ലാം ക്ലീൻ ചെയ്യണം. One should work carefully but efficiently and avoid cluttering. അതായത് അലങ്കോലപ്പെടുത്തുക, എല്ലാ സാധനങ്ങളും കൂട്ടി അവിടെ ഇങ്ങനെയൊക്കെ വെച്ചാൽ നീറ്റായിട്ട് വെക്കണം. Anything that has fallen to the floor cannot be put on the tables. എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് സാധനം താഴെ വീണു, അപ്പൊ അത് അറ്റ്ലീസ്റ്റ് കഴുകിയിട്ട് ഉപയോഗിക്കണം, കേടുന്നില്ല. If a vegetable falls on the floor, it may be washed and then used. One must not enter the kitchen straight after using the toilet unless one has taken the bath. Especially, toilet use here, especially after passing stool, one should take bath. അതാണ് മസ്റ്റ്. അത് ടെമ്പിൾ മസ്റ്റാണ്, സ്റ്റാൻഡേർഡാണ്. വീട്ടിൽ ആസ് ഫാർ ആസ് പോസിബിൾ we should also try to maintain that. Very important, devotees must be absolutely careful that no hair falls in and contaminates the offerings. തലയിലത്തെ മുടി വിടാതിരിക്കാൻ നോക്കണം. അതിനുള്ള കെയർഫുൾ പ്രിക്കോഷൻസ് എടുക്കണം. Absolute caution must be exercised in this regard. Devotees must keep their hair well covered while cooking. നമ്മൾ ഈവൻ മെറ്റീരിയൽ ആൾസോ അല്ലേ, നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ കാണാം, അവര് ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു നെറ്റ് ക്യാപ്പ്. എന്നിട്ട് കാരണം ഹെയർ അതിനെ സൂക്ഷിച്ച് അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ മഹാപ്രസാദം ഷുഡ് നോട്ട് ബി ഈറ്റൻ ഡയറക്ട്ലി ഫ്രം ദ ഡേറ്റീസ്. പല ആൾക്കാരും അങ്ങനെ ഒരു അറിയാതെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി അതൊന്ന് എടുത്തു കൊടുക്കുക, നോ, അത് ആദ്യം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ആ പ്ലേറ്റിൽ നിന്നായിരിക്കണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ഭഗവാന്റെ പ്ലേറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഈവൻ ഭഗവാൻ ഓഫർ ചെയ്യുന്ന ആരത്തി, ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലവർ പുഷ്പം ഓഫർ ചെയ്യുന്നുണ്ട്, ആ പ്ലേറ്റോട് കൂടി നമ്മൾ ഓഫർ ചെയ്യാൻ പാടില്ല ഭക്തന്മാർക്ക്. അത് കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അത് കൊണ്ടുപോകാൻ പാടില്ല. കാരണം അത് ഭഗവാന് വീണ്ടും ആരത്തിക്ക് ഉപയോഗിക്കുന്നതാണ്. ഡയറക്റ്റ്ലി ആ ഫ്ലവർ ഉപയോഗിക്കാൻ പാടില്ല ആ പ്ലേറ്റ് എന്ന്. The temple standard is that one should not begin eating until the deity's plates have been washed. ടെമ്പിളത്തെ പ്രാക്ടീസ് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ ഓഫർ ചെയ്തിട്ടുള്ള ആ പ്ലേറ്റ്സ് ഇല്ലേ, അതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ആ ഓണർ ചെയ്യാൻ പാടുന്നു പ്രസാദമായിട്ട്. പിന്നെ അപ്പൻഡിക്സ്, പ്രണാമന്ത്രസ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമോ വിഷുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേവേ ഗൗരവാണി പൂജാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ഇത് ചില പ്രഭാത പ്രണതിയാണ് അല്ലെ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് അനുസരിച്ച് നമുക്കറിയാം, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗൗരാംഗ പ്രണാമം. നമോ മഹാവധന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനി ഗൗരത്വ. പിന്നെ ശ്രീകൃഷ്ണ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോ. പഞ്ചതത്വ പ്രണാമം. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഓഫറിംഗ് ഒബേസൻസസ്, എങ്ങനെ നമ്മൾ ടെമ്പിളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ ഡേറ്റീസിന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ പ്രണാമം ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻ ദ ഏർലി മോർണിംഗ് ഓർ വെൻ എവർ വിസിറ്റിംഗ് ടെമ്പിൾ വൺ ഷുഡ് ഓഫർ ഒബേസൻസസ് ടു ഡേറ്റീസ് ഓൺലി ആഫ്റ്റർ വേക്കിംഗ് ദം, ബിക്കോസ് ഇറ്റ് ഈസ് enjoined in Shastras that one should not disturb the Lord by offering obeisance when the Lord is resting or bathing. ഭഗവാൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രണാമം ചെയ്യാൻ പാടില്ല. കാരണം ഭഗവാനെ ഡിസ്റ്റർബ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അപ്പോൾ ഭഗവാന്റെ ഉറക്കം നിർത്തിയിട്ട് ഭഗവാൻ എഴുന്നേൽക്കും, നമുക്ക് ദർശനം തരാൻ കഴിയും. അതുകൊണ്ട് ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത്, റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ അതിന് മുമ്പ് ചെയ്യണം. ആദ്യം ഉണർത്തുക, എന്നിട്ട് നമുക്ക് പ്രണാമം ചെയ്യാം. അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ മുമ്പേ നമ്മൾ പ്രണാമം ചെയ്തിട്ട് അഭിഷേകം ചെയ്യാം, എന്നിട്ട് നമുക്ക് വീണ്ടും ശൃംഗാരം എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ അതാണ് പറയുന്നത്, വൺ ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദ ലോർഡ് ബൈ ഓഫറിംഗ് ഒബേസൻസ് when the Lord is resting or bathing, nor should one circumambulate the Lord at this time. അപ്പോൾ ആൾട്ടർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ആ സമയത്ത് നമ്മൾ വലങ്കം പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല. Also one should offer obeisances just outside the deity room, never inside. നമ്മളുടെ ഒബേസൻസ് ഔട്ട്സൈഡ് ആയിരിക്കണം. സിൻസ് ഇറ്റ് ഈസ് എൻജോയിൻഡ് ടു ഓഫർ ഒബേസൻസ് ഫ്രം എ റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ്
within the deity room, offer pranams with joint palms by mantra and with the mind. അപ്പോൾ ഏത് ഡേറ്റി ആണോ ആ ഡേറ്റിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന മന്ത്രം കൊണ്ട് നമുക്ക് പ്രണാമം ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്ര പറഞ്ഞിട്ട് നമുക്ക് പ്രണാമം ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലുള്ള പ്രണാമം എന്നുണ്ട്, അഷ്ടാംഗ പ്രണാം ആൻഡ് പഞ്ചാംഗ പ്രണാം. അഷ്ടാംഗ പ്രണാം പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്, മാതാജിമാർക്ക് ചെയ്യാൻ പാടില്ല. പുരുഷന്മാർക്ക് അഷ്ടാംഗ പ്രണാമവും പഞ്ചാംഗ പ്രണാമവും ചെയ്യാം. സ്ഥലം, പരിമിതി, സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ രണ്ടും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് നമ്മൾ പ്രണാമം ചെയ്യാം, വണങ്ങുക. ഭയങ്കര ക്രൗഡാണ്, നമുക്ക് നല്ല സ്ഥലം ഇല്ലെങ്കിൽ. സോ ദ ഹരിഭക്തി വിലാസ tells how to offer Dandavat Pranam. Offer obeisances with 8 angas, Ashta Anga, 5 അംഗങ്ങൾ. ഫീറ്റ്, 2 ഫീറ്റ്, 2 knees, ചെസ്റ്റ്, 2 ഹാൻഡ്സ്, ഹെഡ്, സൈറ്റ്, മൈൻഡ് ആൻഡ് വേർഡ്സ്. അങ്ങനെ അഷ്ടാംഗ പ്രണാമം. With your 2 feet, knees, chest, hands and head touching the ground and with your eyes downcast and half open, recite a suitable prayer while meditating that your head is under the Lord's lotus feet. അങ്ങനെയാണ് അഷ്ടാംഗ പ്രണാമം. നമ്മൾ കംപ്ലീറ്റ് ദണ്ഡവത് അല്ലേ, ഒരു വടി താഴെ വീണുമ്പോൾ എങ്ങനെ അതേപോലെ ചെയ്യണം. ദണ്ഡവത്, അത് ദണ്ഡ താഴെ വീണ അങ്ങനെ നമ്മൾ കടന്നിട്ട് കൈ രണ്ടും കൂപ്പി നമസ്കരിച്ച് നമ്മളുടെ ഭഗവാന്റെ ആശ്രയത്തിലാണ് ഞാൻ. ഓക്കെ, പിന്നെ ഭഗവാനുള്ള ആ പ്രേയേഴ്സ് ചെല്ലുക. മെഡിറ്റേറ്റിംഗ് ദാറ്റ് അവർ ഹെഡ് ഈസ് അണ്ടർ ദ ലോട്ടസ് ഫീറ്റ്, ഐസ് ഡൗൺകാസ്റ്റ് ആൻഡ് ഹാഫ് ഓപ്പൺ. അപ്പോൾ നമ്മുടെ മനസ്സും വിഷനും എല്ലാം ഭഗവാന്റെ ലോട്ടസ് ഫീറ്റിലായിരിക്കും. യുവർ ഹാൻഡ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ്, രണ്ട് ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹെഡ്, നോട്ട് നെക്സ്റ്റ് ടു യുവർ ഹെഡ് or tucked in the next to your chest. ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പം മിക്ക ആൾക്കാരുടെയും കയ്യിൽ ജപമാലയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് സൂക്ഷിക്കുക. അത് എവിടെയെങ്കിലും വയ്ക്കുക, എല്ലാവരും കൊടുക്കുക. നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജപമാല താഴെ ടച്ച് ചെയ്യും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉറങ്ങല്ല, ഇവിടെ ഉണ്ടോ ഇത് കാണിച്ചിട്ടുണ്ട്, ഒരാൾ ഉറങ്ങുന്ന പോലെ. അത് പാടില്ല. ആദ്യത്തെ ഇത് ടിക്കറ്റ് ഉണ്ട്, ഇതാണ് അതിൻ്റെ ശരിക്കുള്ളത്. Panchanga Pranam. To make Panchanga Pranama, offer obeisance with 5 angas, 5 angas. Knees, arms, head, intellect and words. Knees, arms, head, intellect. Nammude buddhi, words. The chest does not touch the ground. It's an offense to offer obeisances with only one hand, that is, with one hand extended in front of the head while the other holds a bead bag, or other sacred items of the floor before offering obeisances. Set down anything you are holding. ഇത് രണ്ടും ഓക്കെയാണ്, ഇത് ഓക്കെ അല്ല. Men may perform either type of pranama, but women traditionally perform only Panchanga Pranama. While offering obeisances, first recite your own spiritual master's pranama mantra, then Srila Prabhupada, and then pranama mantra of the deities of that. എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ ഗുരു മഹാരാജിൻ്റെ, അതിനുശേഷം പ്രഭുപാദർ, പിന്നെ ഡേറ്റീസ്. ഏത് ഡേറ്റീസിന്റെ പ്രണാമമന്ത്രം അറിയില്ലെങ്കിൽ ഹരികൃഷ്ണ മന്ത്രം, ആ ഡേറ്റിയെ പറഞ്ഞിട്ട് ജയ എന്ന് പറഞ്ഞാൽ മതി. രാധാ മദൻ മോഹൻ കി, രാധാ മാധവ് കി, രാധാ ഗോവിന്ദ് കി. ചിലപ്പോൾ അറിയില്ല, എല്ലാം നമുക്ക് അറിഞ്ഞോളന്നില്ല. ഇല്ലെങ്കിൽ അവരെ പേരെടുത്തിട്ട് ജയ എന്ന് പറയാം, ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാം. നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ നമോ മുഷുപാദായ കൃഷ്ണപ്രസാദരെ ശ്രീമതി ജയപതാക സ്വാമിനി നാമിനെ നമ ആചാര്യപാദായ നിത്തായ കൃപാപ്രദായനെ ഗൗരഗതാദാമദായ നഗരഗ്രാമധാരണി നമോ മുഷുപാദായ കൃഷ്ണപ്രസാദരെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധ നാമിനെ നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഞങ്ങളിപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ രാധാ മദൻ മോഹൻ ഡേറ്റിയാണ് ഗുരു മഹാരാജ് പേരെന്ന്. അപ്പോൾ ഞങ്ങൾ ജയതം സുരതോ പങ്കൂർ മമ വന്ത് മന്ദിർ ഗതി സർവസ്യ പാദാംബുജോ രാധാ മദൻ മോഹൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഹരേ കൃഷ്ണ മന്ത്രം. സോ ഓഫറിംഗ് റെസ്പെക്ട് ടു വൈഷ്ണവാസ്. Sometimes we should refrain from offering a Vaishnava obeisances physically because doing so might inconvenience him. For example, ഒരു ഗുരു മഹാരാജ് സീനിയർ ഡിവോട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എൻ്റർ ചെയ്തു. അവിടെ ചെന്നിട്ട് അടുത്ത് ചെന്ന് നമ്മൾ പ്രണാം ചെയ്യാൻ പാടില്ല, അത് ഡിസ്ട്രാക്ട് ചെയ്യും, അത് ഇൻകൺവീനിയൻസ് ആവും. അപ്പം എന്താ, ദൂരെ എത്തുന്നിട്ട് കണ്ട ഉടനെ മനസ്സുകൊണ്ട് പ്രണാം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ
പഞ്ചാംഗ പ്രണാം അല്ലെങ്കിൽ അഷ്ടാംഗ പ്രണാം ചെയ്യാം. You are not, however, forbidden to offer respects in your mind. You should then take the next opportunity to offer physical obeisances. The Brihad Naradiya Purana forbids us to offer obeisances to a Vaishnava while he is bathing, collecting wood for his sacrifice, picking flowers, carrying water, or honoring prasadam. ഈ സമയത്തും നമ്മൾ ഫിസിക്കലി പ്രണാം ചെയ്യാൻ പാടില്ല. എപ്പോഴൊക്കെയാണ്? കുളിക്കുന്ന സമയത്ത്, വുഡ് ഫോർ സാക്രിഫൈസിന് വിറക് കളക്ട് ചെയ്യുന്ന സമയത്ത്, പ്രസാദമാണ് സമയത്ത്. If you are in an impure state, for example, if you are eating, bathing, or wearing shoes, or if your head is covered, you should neither offer nor receive obeisances physically. എന്നാണ് ഏത് പുരാണം പറയുന്നത്? ബൃഹദ് നാരദീയ പുരാണം. So these rules apply when offering respects to any superior person, whether a Vaishnava or non-Vaishnava. ഇത് റൂള് സുപ്പീരിയർ പേഴ്സൺ ആയിരുന്നാൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. വൈഷ്ണവനായാലും ശരി, അവൈഷ്ണവ ആയാലും ശരി. The further point is that there are 2 times when we should offer obeisance to a superior. Namely, first when we see the superior person, and again when he or she leaves. നമ്മൾ ആദ്യം കാണുമ്പോൾ, പിന്നെ അവരോ നമ്മളോ അവരെ വിട്ടു പോകുമ്പോൾ, 2 സമയത്ത് നമുക്ക്. പിന്നെ വീട്ടിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗുരു ജനങ്ങൾക്കും ഡേറ്റീസിനും ത്രൈസ് മസ്റ്റായിട്ട്, രാവിലെ, ഉച്ചയ്ക്ക് ആൻഡ് വൈകുന്നേരം. ത്രിസന്ധ്യ അല്ലേ? ത്രിസന്ധ്യ പറഞ്ഞല്ലേ നമ്മൾ? അപ്പോൾ ഒക്കെ അവരെ ഗ്ലോറിഫൈ ചെയ്യും. Appendix 3. Applying tilaka. After putting on clean cloth, sit on a purified asana, preferably a kushagras mat, and apply urdhva pundra or Vishnu tilaka. അപ്പോൾ നമ്മളുടെ ഈ തിലക്കിന് എന്താ പറയുക? ഊർധ്വ പുണ്ട്ര എന്ന് പറയാം. ഊർധ്വ പറഞ്ഞാൽ മുകളിലേക്ക്, ഊർധ്വ പുണ്ട്ര, അതാണ് നമ്മുടെ തിലകിന്. ഓർ വിഷ്ണു തിലക, വിഷ്ണു തിലക on 12 parts of the body. You should not apply tilaka in the bathroom. മിക്ക ആൾക്കാരും നമ്മുടെ ബാത്റൂമിൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അത് അവോയ്ഡ് ചെയ്യാന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇറ്റ്സ് എ കണ്ടാമിനേറ്റഡ് പ്ലേസ്. നമുക്ക് ചെറിയ ഇനിയിപ്പോൾ അതിൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ പുറത്ത് ചെറിയൊരു കണ്ണാടി വയ്ക്കാം. കണ്ണാടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ. പുറത്ത് വെള്ളമൊക്കെ കൊണ്ടുവരാം. അങ്ങ് കൊണ്ടിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അതിൽ ചേർത്തിട്ട് ബാത്റൂം പോകാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് വെറും നിവൃത്തിയില്ല, അപ്പം നമ്മൾ പുറത്താണ്, കണ്ണാടിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയൊരു കണ്ണാടി നമ്മുടെ എപ്പോഴും ബാഗിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ബി കെയർഫുൾ നോട്ട് ടു പുട്ട് തിലക ഇൻ ദ ബാത്റൂം. Srila Prabhupada glorifies tilaka in the following Srimad Bhagavatam purport. In Kali Yuga, one can hardly acquire gold or jeweled ornaments, but the 12 tilaka marks on the body are sufficient as auspicious decorations to purify the body. കലിയുഗത്തിൽ നമുക്ക് ജ്വല്ലറിയും ഓർണമെന്റ്സും ഗോൾഡൊക്കെ വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ട്. പക്ഷേ ഈ 12 തിലക മന്ത്രമല്ലേ, അത് നമ്മളുടെ ദേഹത്തിനെ പ്യൂരിഫൈ, ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ്. അല്ലാണ്ട് ഗോൾഡും ഓർണമെന്റ്സും ഒന്നും ആവശ്യമില്ല എന്ന് പ്രഭുപാദ പർപ്പോട്ട് പറയും. Tilaka refers to marks placed on the body using various substances. Urdhva Pundra refers to the 2 vertical marks placed on the forehead and the other parts of the body to indicate surrender to Lord Vishnu. അത് ലോട്ടസ് ഫീറ്റ് ആണ്, ഭഗവാന്റെ ലോട്ടസ് ഫീറ്റ് ആണ്. പിന്നെ താഴെയുള്ളത് തുളസിയാണ്. The Padma Purana and Yajurveda state that Urdhva Pundra symbolizes the lotus feet of Vishnu. Lotus feet of Vishnu. The 12 parts of the body on which we place the Urdhva Pundra marks are not arbitrary points. They are sensitive points that easily absorb the spiritual energy generated by reciting the names of Vishnu, mentally placing Lord in those points. ഈ നമ്മൾ മാർക്ക് ചെയ്യുന്ന 12 സ്ഥലങ്ങളും വളരെ സെൻസിറ്റീവ് ആണ്. സ്പിരിച്വൽ എനർജിയെ അത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ആ പാർട്സ്. നമ്മൾ 12 തിലകം എന്താ പറയുക ഇടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് സ്പിരിച്വൽ എനർജി വേണം. സോ വിൽ ബി സച്ചാസ് വിത്ത് സ്പിരിച്വൽ എനർജി. ഭഗവാന്റെ നാമം ആണ് നമ്മൾ അത് ഇടുമ്പോൾ ചൊല്ലുന്നത്. അതുകൊണ്ട് അതിനെ അബ്സോർബ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണത്. If a devotee applies the marks of the Lord and chants his names, the Lord becomes pleased and resides with him. In this way, the material body becomes a sanctified temple of the. അങ്ങനെ നമ്മളുടെ ഈ ശരീരത്തിനെ അത് പഞ്ചധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരുപാട് കാര്യങ്ങൾ
അനർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ദേഹത്തിന്റെ ഉള്ളില് ബ്ലഡ് അല്ലെ, പസ്, യൂറിൻ, സ്റ്റൂൾ, അങ്ങനെ ഒരുപാട് മാംസം, നെർവ്സ്, ഞരമ്പ്, ഇതൊക്കെ ഇല്ലേ, ഇതൊന്നും അത്ര നല്ലൊരു തല പ്യുവർ അല്ല. എങ്കിലും കൂടി ഈ ശരീരത്തിലെ ഈ ഊർധപുണ്ഡം 12 സ്ഥലത്തിടുമ്പോൾ അതെന്തായി? അത് സാങ്ക്ടിഫൈഡ് ആയി. അപ്പോൾ ഒരു ടെമ്പിളാണ് നമ്മുടെ പരമാത്മാവ്. ഈ ശരീരം ഒരു ടെമ്പിളാക്കുകയാണ്. ഭഗവാന്റെ നാമം ഇട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ, നാമം ചൊല്ലിയിട്ട് ഈ തിലകിടുമ്പോൾ, അപ്പോൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലീൻ പ്ലേസ് ആയിരിക്കും അല്ലെ, അവിടെയുള്ള ഡേറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവ് അതിനൊരു ക്ലീൻ സ്ഥലം വേണം. അപ്പോൾ ഈ ശരീരത്തിനെ നമ്മൾ ടെമ്പിൾ ആക്കുകയും ചെയ്യും. The Lord becomes pleased and resides with him. In this way, the material body becomes a sanctified temple of the Lord. The Brahmanda Purana states that a devotee who applies his tilaka with great care while looking in a mirror or looking at his reflection in water goes to the Lord's supreme abode. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നു, ഏതൊരു ഭക്തനാണോ ഒരു കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ ഊർധ്വ പുണ്ഡ തിലകം 12 സ്ഥലത്ത് ധരിക്കുന്നത്, അവർക്ക് ഭഗവാന്റെ ധാമിലേക്ക് പോകേണ്ട ആ ഒരു ഭാഗ്യമുണ്ടായിരിക്കും. By applying tilaka on these places and reciting Vishnu's names, one sanctifies and dedicates the body to the Lord's service. അങ്ങനെ നമ്മളുടെ ആ ദേഹത്തിനെ 12 ഭഗവാന്റെ മന്ത്രം കൊണ്ട് ശുദ്ധീകരിച്ച് ഭഗവാന്റെ സേവനത്തിന് നമ്മളെ യോഗ്യത വരുത്താണ് ചെയ്യുന്നത്. The Haribhakti Vilasa mentions that the Urdhva Pundra Tilaka may vary in shape, color and material according to a devotee sampradaya, but other features are shared. നമ്മളുടെ സമ്പ്രദായം അനുസരിച്ചിട്ട് അതിന്റെ ഷേപ്പ് എല്ലാം ഊർധ്വമാണ്. ഷേപ്പും അത് അവരുപയോഗിക്കുന്ന മെറ്റീരിയലും, ഓക്കെ, ഷേപ്പും പിന്നെന്താ കളർ ആൻഡ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ഡിവോട്ടി. സമ്പ്രദായം അനുസരിച്ച് ഇപ്പോൾ ശ്രീ സമ്പ്രദായത്തെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതായിട്ടാണ്, നടുവിലൊരു ബിന്ദി പോലെ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ സമ്പ്രദായം അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. It should not be crooked, uneven, unscented, dirty or bad smelling. ഇത് വളരെ സൂക്ഷിക്കണം. നമ്മൾ എസ്പെഷ്യലി തൊടുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. അൺഈവൺ ആയിരിക്കില്ല, അൺസെൻറ്റഡ് ആവാതിരിക്കില്ല. അപ്പം അതിൻ്റെ ഒരു കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ വേണം. കാരണം നമ്മൾ വൈഷ്ണവനായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു, അതായത് നമ്മളുടെ ആ സമ്പ്രദായത്തിനോടും നമ്മളുടെ ഒരു സൊസൈറ്റിയോടും ഒരു മതിപ്പ് വരണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മളുടെ തിലകവും നമ്മുടെ സംസാരം എല്ലാം. എക്സ്റ്റേണൽ മാത്രമല്ല, ഇന്റേണൽ കൂടി നമ്മുടെ ഹ്യൂമിനിറ്റി, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകുന്നത്, ഇതൊക്കെ നമ്മുടെ സമ്പ്രദായത്തിന്റെ ഇമേജിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ പെരുമാറിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ബിഹേവിയർ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇമേജാണ് പോവുക. അല്ലെ, നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന ആ സൊസൈറ്റിയുടെ ആ സമ്പ്രദായത്തിന്റെ ഇമേജിന് കോട്ടം തട്ടും. അപ്പൊ അങ്ങനെ ആ ഇമേജിന് കോട്ടം തട്ടുന്ന വിധത്തിൽ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. On the forehead, the center position between the two lines should be open from the eyebrows to the hairline, but should be joined at the bottom. Bottom join ആയിരിക്കണം, മുകളിൽ അത് ഇതാകണം. Solid portion തുളസി may extend 3/4 of the way down to the nose. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. നമ്മുടെ നോസിന്റെ 3/4 നമുക്ക് അതിൻ്റെ ലെങ്ത് ഉണ്ടായിരിക്കണം തുളസിയുടെ. While applying tilaka, 2 vertical lines which represent the lotus feet of the Lord are drawn first, then the tulasi leaf is drawn. Lord Vishnu is said to reside in the central portion. അപ്പോൾ എവിടെയാണ്? സെൻട്രൽ പോർഷനിലാണ് വിഷ്ണുവിന്റെ വാസം. While Brahma resides on the left and Shiva on the right. Okay, ലെഫ്റ്റില് ബ്രഹ്മാവും ശിവ, റൈറ്റില് നടുവില് വിഷ്ണു, താഴെ തുളസി. Srila Prabhupada advised devotees in New York to try to avoid spilling liquid gopi chandana while mixing it in the palm of the hand. Do not waste it. It is precious. If it is fallen on the ground, immediately clear that area. എപ്പോഴും നമ്മൾ കയ്യിലെടുക്കുന്നതിനേക്കാളും ബെറ്റർ ചെറിയൊരു ഒരു പാത്രം, ഒരു ഡബ്ബ, അതായത് കണക്കി, അപ്പോൾ താഴെ പോലെ കയ്യിൽ കുറെ വേസ്റ്റ് ആവും. അപ്പോൾ മിഡില് വിഷ്ണു, ലെഫ്റ്റിലാരാണ്? ബ്രഹ്മ, ആൻഡ് റൈറ്റിലാണ് ശിവൻ അല്ലേ?
Brahma resides on the left and Shiva on the right, and Tulasi down. So chant the following verses here while rubbing Gopi Chandana in your left palm. അത് കയ്യിലെടുത്ത് ചെയ്യാനുണ്ട്. Then while applying tilaka and clearing the middle space, chant the name of the appropriate form of the Lord. കേശവായ നാം നാരായണമോ മാധവായ നമുക്കറിയാം ആ 12 തിലക് മന്ത്രങ്ങൾ. Alternatively, chant the verses given below one line at a time while applying the tilaka to the indicated places on your body. After each line of the verse, while clearing the space in the middle where the Lord resides, chant the name of the appropriate form of the Lord. Chant Lalate Keshavam Dhyayen and apply tilaka to your forehead. Then chant Om Keshavaya Namaha and clear the space in the middle. പിന്നെ ഇതൊന്നും നമ്മൾ മറ്റേത് ഭഗവാന്റെ നാമം മാത്രമേ ചൊല്ലാറുള്ളൂ. പക്ഷെ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ്. പിന്നെ ലലാത്തെ കേശവം ധ്യായൻ വക്ഷസ്ഥലേ മാധവം തു വിഷ്ണു ച ദക്ഷിണേ കുക്ഷൗ ത്രിവിക്രമം കന്ദരേത്തു ശ്രീധരം വാമബാഹൗ തു പൃഷ്ഠേ ച പത്മനാഭം ച നാരായണം അഥോദരേ ഗോവിന്ദം കണ്ഠകൂപകേ വഹൗ ച മധുസൂദനം. അത് 12 പേരിൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത്. വാമനം വാമ പാർശ്വകേ ഋഷികേശം തു കന്ധരേ കട്യാം ദാമോദരം നസേത്. അപ്പോൾ 12 സ്ഥലത്തിലും ഉള്ള ഓരോ പേരിൻ്റെ ഒരു ശ്ലോകമാണിത്. മാനുവൽ ഓഫ് പിന്നെ ഇതാണ് ഇവിടെ അതിൻ്റെ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാക്ട്ലി ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ കയ്യെത്താത്ത സ്ഥലത്ത് നമുക്ക് കാണാത്ത സ്ഥലത്ത് നമുക്ക് പക്ഷേ ഇൻഡിക്കേഷനായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. എക്സാക്ട്ലി ഇതേപോലെ നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ സഹായം വേണം, നടക്കില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് മാർക്ക് ഇറ്റ് വേർ എവർ പോസിബിൾ. അറ്റ്ലീസ്റ്റ് നെറ്റിയിൽ പറ്റുമല്ലോ, നമുക്ക് കടയിൽ നോക്കാം. ബാക്കി സ്ഥലത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യണം അപ്ലൈ തിലക്ക്. പിന്നെ ഒരു സിംബോളിക്കായിട്ട് അതിന് ചെറിയൊരു തുളസിയും വേണ്ടി തരാം. അത് ചിലപ്പോൾ എക്സാക്ട്ലി പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർബന്ധമില്ല, പക്ഷെ മുഖത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കി. ചില ആൾക്കാർക്ക് കയ്യെത്തില്ല ബാക്കിലേക്ക് അല്ലേ. ദ ഫോർ ഹെഡ്. അപ്പോൾ അതൊക്കെ അറിയാം, നമുക്കറിയാം. ഓരോ സ്ഥലത്തും നമ്മൾ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് നമുക്കറിയാം. ഓം കേശവായ നമ, ഓം നാരായണ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഋഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ. Okay. So the Shika area is not marked with tilaka. Rather, after washing the right hand, after the Shika area is not marked with tilaka. Rather, after washing the right hand, wipe the remaining water on your Shika while chanting Om Vasudevaya Namah. ബാക്കിയുള്ളത് വാഷ് ചെയ്തിട്ട് ശേഖർ അവിടെ കണ്ട. അപ്പൻഡിക്സ് 4 പ്രേമധ്വനി പ്രേയേഴ്സ്. ഓക്കെ. ജയ ഓം വിഷ്ണുപാദ പരമഹംസ പ്രഭുജാകാചാര്യ അഷ്ടോത്തര സദാ ശ്രീ ശ്രീമദ് A.C. Bhaktivedanta Swami Maharaj Srila Prabhupada ki jai. All glories to Acharya Om Vishnupada 108 Ashtottara Sada. 108 Ashtottara Sada പറഞ്ഞ എന്താണ്? 108. വളരെ ഹോളി സേക്രഡ് നമ്പറാണ്. 108 ഉപനിഷത്തുകളുണ്ട്, 108 പ്രധാന ഗോപികമാരുണ്ട് അല്ലേ. പിന്നെ 108 എന്താണ്? ബീഡ്സ് ഉണ്ട്, നമ്മളുടെ മാല 108 108. പിന്നെ Trirandi Goswami A.C. Bhaktivedanta Swami Prabhupada, who travels everywhere preaching the glories of Hari and who is situated in the highest platform of sannyasa. അത് ചില പ്രഭുപാദയ്ക്കുള്ള ഗ്ലോറിഫിക്കേഷൻ. ISKCON BBT founder Acharya Srila Prabhupada ki jai. Jai Vishnupada Paramahamsa Prabhupada Ashtottara Sada Shri Srimad Bhaktisiddhanta Saraswati Goswami Maharaj Srila Prabhupada ki നമ്മുടെ പരമഗുരു. അത് പരമഗുരു അല്ല, കർമ്മഗുരു. പരമഗുരു ശ്രീല പ്രഭുപാദ്, പ്രഭുപാദയുടെ ഗുരു, നമ്മുടെ ഗുരുവിന്റെ പരമഗുരു. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്കറിയാം. അനന്തകോടി വൈഷ്ണവതി കി ജയ്, നാമാചാര്യ ദാസ് ഠാക്കൂർ കി ജയ്,
प्रेम से को श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद की जय। श्री श्री राधा कृष्ण गोप गोपीनाथ श्याम कुंड राधा कुंड गिरि गोवर्धन की जय। श्री मायापुर धाम की जय, श्री वृंदावन धाम की जय, श्री जगन्नाथपुर धाम की जय, गंगा मई की जय, यमुना मई की जय, तुलसी देवी की जय, भक्ति देवी की जय, श्री हरिनाम संकीर्तन की जय, समवेत भक्त वृंद की जय, गौर प्रेमानंदी। All glories to assembled devotees 3 times. All glories to Sri Guru and Sri Gauranga. ഇതാണ് പ്രേമധ്വനി. അത് നമ്മുടെ എസ്പെഷ്യലി ആർത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്ലോറിഫൈ ചെയ്തതാണ്. Appendix 5. Prayers for offering Bhoga. എങ്ങനെ ഭോഗ ഓഫർ ചെയ്യുന്നത്? After all the items of the Bhoga have been placed properly in the deity's plates and cups, they should be placed on the altar. The following mantras should be chanted 3 times, each while ringing a bell with the left hand. Okay. അപ്പോൾ അത് ഭോഗക്കം തയ്യാറാക്കിയാൽ അതിൽ ഓരോ തുളസി ഇട്ടിട്ട് നമ്മൾ തയ്യാറായാൽ എന്താണ് ചെയ്യുന്നത്? ഈ മന്ത്രങ്ങൾ 3 പ്രാവശ്യം. ശ്രീലപ്രഭുപാദ മന്ത്ര, ശ്രീലപ്രഭുപാദ പ്രണതി മന്ത്ര ആദ്യത്തെ, രണ്ടാമത്തെ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്യ ഗൗരത്വസേ നമഃ. മൂന്നാമത്തെ നമോ ബ്രാഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദായ കൃഷ്ണായ ഗോവിന്ദായ നമഃ. അങ്ങനെ 3 മന്ത്രങ്ങളും 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? ദ ഓഫറിംഗ് ഷുഡ് ബി ലെഫ്റ്റ് ഓൺ ദ ആൾട്ടർ ഫോർ ഫ്യൂ മിനിറ്റ്സ്, ദെൻ റിമൂവ് ആഫ്റ്റർ ഓഫറിംഗ് ഒബീസൻസസ്. സിമ്പിളായിട്ട് വീട്ടിൽ ഇത് നമ്മൾ ഈ 3 മന്ത്രം ചൊല്ലിയിട്ട് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് മീൻസ് അറ്റ്ലീസ്റ്റ് ജ്യൂസോ അതൊക്കെ ആണെങ്കിൽ വല്ല സ്നാക്സോ ഒക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ധാരാളമാണ്. വെറും ഇതൊക്കെയാണ് 2 മിനിറ്റ് 3 മിനിറ്റ്. പിന്നെ ശരിക്കുള്ള മീലാണെങ്കിൽ 15 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് എങ്കിലും. 15 മിനിറ്റ്സ് ഈസ് ഗുഡ് ടൈം. വീട്ടിലത്തെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അതൊക്കെ. Appendix 6. Prasadam prayers. These prayers should be sung before honoring the prasadam. എല്ലാവർക്കും അറിയാം ഇത് കാണിച്ചാൽ പ്രധാനപ്പെട്ട മഹാപ്രസാദേ ഗോവിന്ദേ. ഇതാരും മറക്കില്ല. നാമ ബ്രാഹ്മണി വൈഷ്ണവേ സ്വൽപ്പ പുണ്യമർദ്ദം രാജൻ വിശ്വാസോ നവജാതി. എന്തായാലും ഇതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിക്കുന്നുണ്ട്. O king, for those who have amassed very few pious activities, their faith in Mahaprasadam, Sri Govinda, in the holy name, and in the Vaishnava is never born. മഹാഭാരതത്തിലതാണ്. എന്താണ് പറയുന്നത്? ഓ കിങ് ആരോടാ പറയുന്നത്? പരീക്ഷ മഹാരാജാണ്. ഒരുപാട് പയസ് ആക്ടിവിറ്റീസ്, പുണ്യം ശേഖരിച്ച ആൾക്കാരെ അവർക്ക് എന്താണ് മഹാപ്രസാദത്തിലും ഗോവിന്ദനിലും ഹോളി നെയിമിലും വൈഷ്ണവൻ നെവർ ബോൺ ഉണ്ടാവില്ല. അപ്പൊ എന്താ നിങ്ങൾ പറയുന്നത്? പുണ്യമുള്ളവർക്ക് വരികയല്ലേ വേണ്ടത്? മഹാപ്രസാദ ഗോവിന്ദേ നാമ ബ്രാഹ്മണ വൈഷ്ണവേ സ്വൽപ്പ പുണ്യ വർദ്ധം രാജൻ വിശ്വാസോ നൈവ ജായത. വിശ്വാസം ഉണ്ടാവില്ല എന്ന്. O king, for those who have amassed a very few pious activities, very few pious ആണ് പുണ്യാണ്. പക്ഷെ ശരിക്കുള്ള സ്പിരിച്വൽ പൈറ്റി അല്ല, മെറ്റീരിയൽ പൈറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്പിരിച്വൽ പൈറ്റി ഉള്ളവർക്ക് വെരി ഫ്യൂ പയസ് ആക്ടിവിറ്റീസ്, അവർക്ക് ഫെയ്ത്ത്, അതായത് മഹാപ്രസാദത്തിലും ഗോവിന്ദനിലും അതേപോലെ ഹോളി നെയിമിലും വിശ്വാസം ഉണ്ടായിരിക്കില്ല. ശരിക്കും സ്പിരിച്വൽ പൈറ്റി ഉള്ള ആൾക്കാർക്ക് അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരിക്കും മഹാഭാരതത്തിൽ. പിന്നെ പ്രസാദ സേവയ ശരീരാവിദ്യജ ജതീന്ദ്രേ താഹേക്കാൾ ജീവ ഫലേ വിശേഷാഗരെ താരാമധ്യേ ജിവാതി ലോഭമയത് സുധർമതി താക്കേ ചേതാ കണ്ഡ സംസാരെ കൃഷ്ണ ബടാദായമോയ് കാര്യഭാരെ ജിവാജായ് സ്വപ്രസാദനോ ദിലോഭായ് സന്നാമൃത പാവോ രാധാകൃഷ്ണ ഗുണഭാവോ പ്രേമേദാക്കോ ശ്രീ ചൈതന്യ നിതായ്. Oh Lord, this mere body is a dumb lump of ignorance and the senses are a network of paths to death. അപ്പോൾ നമ്മുടെ ഈ ശരീരം ലംബ് ഓഫ് ഇഗ്നോറൻസ്, അതായത് അവിജ്ഞയുടെ ഒരു ഇതാണ്, മാംസപിണ്ഡമാണ്. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു ജാലാണ്. Somehow we have fallen into this ocean of material sense enjoyment, and of all the senses, the tongue is the most voracious and uncontrollable. It is very difficult to conquer the tongue in this world, but you, dear Krishna, are very kind to us and have given us such nice prasadam just to control the tongue. അപ്പൊ എന്തിനാണ് ഈ പ്രസാദം നമ്മളെ സഹായിക്കാൻ? നമ്മുടെ ശരീരം ലംബ് ഓഫ് ഇഗ്നോറൻസ് ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ
ഭൗതിക ലോകത്തിലെ ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ, ഇന്ദ്രിയ വിഷയങ്ങളുടെ അധീനത്തിൽ വീണ് പോയാലും കൂടിയിട്ട്, ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ട് അതിനെല്ലാം ഈ ടങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ വളരെ കനിഞ്ഞിട്ട് നമുക്ക് പ്രസാദം തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രസാദം നമ്മൾ ഓണർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇന്ദ്രിയ ഭോഗത്തിനുള്ള വൃത്തി, അതിനുള്ള ആഗ്രഹങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. ഭഗവാന്റെ പ്രസാദം പറഞ്ഞാൽ എന്താണ്? മേഴ്സിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രസാദത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ അനർത്ഥങ്ങളെല്ലാം, കൽമശങ്ങളെല്ലാം കുറയ്ക്കാനുള്ള കഴിവ് ഈ പ്രസാദം. അതുകൊണ്ടാണ് ഈ പ്രസാദം നമ്മൾ ഓഫർ ചെയ്യുന്നത് പറയുന്നത്. Now we take this prasadam to full satisfaction and glorify their lordships, Sri Sri Radha Krishna, and in love fall for the help of Lord Chaitanya and Lord Nityananda. അതുകൊണ്ട് ഇത് നമ്മളുടെ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷന്, നമ്മുടെ തൃപ്തിക്ക് നമ്മളത് ഓണർ ചെയ്തിട്ട് ഭഗവാൻ രാധാകൃഷ്ണനെയും ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ ഗുരുത്യാനും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാണ്, നമ്മൾ വിളിക്കുകയാണ്. ഇതൊരു ഇതാണ്. ഭായിരേ ഏകദിന ശാന്തിപുരേ പ്രഭു അദ്വൈതേര ഘരെ ദ്വൈ പ്രഭു ഭോജനെ ഭോസിലോ സാക് പുരി ആസ്വാദന പ്രഭു ബോലെ ഭക്തഗണ ഏ സാ കൃഷ്ണ ആസ്വാദിലോ ಏನೋ ಸಕ್ ಆಸ್ವಾದನೆ ಕೃಷ್ಣ ಪ್ರೇಮ ಐಸೆ ಮಾನೆ ಸೇ ಪ್ರೇಮೆ ಕೋರೋ ಆಸ್ವಾದನ ಜಡ ಬುದ್ಧಿ ಪಾರಿ ಹರಿ ಪ್ರಸಾದ ಭೋಜನ ಕೋರಿ ഹരി ഹരി ബോലോ സർവജാൻ. സർവജാൻ എന്താണ്? ഓ ബ്രദേഴ്സ്, വൺ ഡേ അറ്റ് ശാന്തിപൂർ in Sri Advaita's house, Lord Chaitanya and Nityananda were seated for lunch. When Lord Chaitanya tasted the green leafy vegetable, he said, "Oh my devotees, this sak is so delicious." Lord Krishna has definitely tasted it. ശാന്തിപൂരില് പ്രസാദം ഓൺലൈൻ സമയത്ത് ആരാണെന്ന് പറയുന്നത്? Lord Chaitanya Nityananda. When Lord Chaitanya tasted the green leafy vegetables, അപ്പൊ ആ സാക്ക്, അതാണ് സാക്ക് പറഞ്ഞ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അത് കഴിച്ചപ്പോ അതിന്റെ ആ ഒരു ആസ്വാദം ചെയ്തപ്പോ ഇത് തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര നമ്മള് ഭഗവാൻ ഓഫർ ചെയ്യാണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് വരുന്നിട്ട് നമ്മൾ അത്ര നന്നായി വെച്ചില്ലെങ്കിലും ഭഗവാൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വരണം, അല്ലേ? അതാണ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ. ദ ടേസ്റ്റ് of such sak is this: love of Krishna arises in the heart. അതാണ് എൻ്റെ ടേസ്റ്റ്. കൃഷ്ണ പ്രേമം നമ്മുടെ ഹൃദയത്തിൽ വളരും. In such love of God, you should taste this prasada, giving up all materialistic conceptions, taking the Lord's prasada. All of you just chant Hari Hari. Hari Hari എന്ന് നമ്മൾ ചാന്റ് ചെയ്യണം പ്രസാദം കഴിക്കുമ്പോൾ. Part 3. Honoring and serving prasadam. How the prasadam is served and how it is honored are important concerns in the Vaishnava culture. Krishna and spiritual master are very pleased not only when food is properly cooked and offered, but also when the resulting prasadam is graciously served and respectfully honored. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് അത് ഭഗവാന് സമർപ്പണം ചെയ്താൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ശരിക്കും മറ്റുള്ളവർക്ക്, ഭക്തന്മാർക്ക് അത് ഓഫർ ചെയ്യുമാണ്, അല്ലേ? Krishna and spiritual masters are very pleased not only when food is properly cooked and offered, but also when the resulting prasadam graciously served and respectfully offered, honored. അതേപോലെ തന്നെ അതേ ഹ്യൂമിലിറ്റിയോടുകൂടി, അതേ ഒരു ശ്രദ്ധയോടെ, അറ്റൻഷനോടെ നമ്മൾ ഭക്തന്മാർക്ക് ഇത് സെർവ് ചെയ്യുമാണ്. സെർവിങ് പ്രസാദം. ഐഡിയലി പ്രസാദം ഷുഡ് ബി സെർവ്ഡ് ബൈ ഇനിഷ്യേറ്റഡ് ബൈ. പ്രസാദം ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ, അതായത് കൂടുതൽ ആർക്ക് ഭക്തന്മാർക്ക് എത്ര കഴിക്കാൻ പറ്റും അവരോട് ചോദിച്ചിട്ട് ഉളമ്പുക. കൂടുതൽ ഉളമ്പിയാൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാൻ പറ്റില്ല, അത് ബാക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര വേണമെന്ന് അവരുടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രമാണ്, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഐഡിയലി പ്രസാദം ഷുഡ് ബി സെർവ്ഡ് ബൈ ഇനിഷ്യേറ്റഡ് വൈഷ്ണവാസ്, എസ്പെഷ്യലി ടെമ്പിളിന്റെ ഒരു ഇതാണ് ഐഡിയലി. പക്ഷെ അതിന് വേറെ വഴിയില്ലെങ്കിൽ, ആൾക്കാരില്ലെങ്കിൽ practicing devotees also can partake. One should be pure in mind, body, habits, and dress, and perform your duties quickly, quietly, and efficiently. As much as possible, loud talking and disruptive noises should be avoided. One must ensure that preparations meant to be served hot are actually hot, but not reheated after having become cold.
അപ്പം നമ്മുടെ ഇത് എസ്പെഷ്യലി അത് ഹോട്ടായിട്ട് സെർവ് ചെയ്യാൻ നോക്കണം. പക്ഷെ റീഹീറ്റ് ചെയ്യാൻ പാടില്ല. നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് ചൂടോടെ ഭക്ഷണം കൊടുക്കുന്നില്ലേ, ട്രൈ അവോയ്ഡ് റീഹീറ്റിംഗ് ഇറ്റ്. And that all preparation to be served are either present or will arrive for serving at the proper time. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് എന്താ പറയുക, ഭക്തർ ചോദിക്കുമ്പോൾ തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ്. Neither the server nor the serving utensil should ever touch the plates or hands of those who are eating. അപ്പോൾ ഭക്ഷണം പ്രസാദം ഓണർ ചെയ്യുന്ന ആൾക്കാരുടെ പ്ലേറ്റിലോ ഇലയിലോ അവരുടെ കയ്യിലോ നമ്മൾ ഓഫർ ചെയ്യുന്ന യൂട്ടൻസിൽസ് ആയാലും ശരി, സ്പൂൺസ് ആയാലും ടച്ച് ചെയ്യാൻ പാടില്ല. അതെന്തായി, പിന്നെ അവിടെ എന്തായി, അത് മുച്ചിയായി. So if this happens, one should wash one's hand and the contaminated utensil before continuing to serve the prasadam. നമ്മുടെ കൈ കഴുകണം, പിന്നെ ആ യൂട്ടൻസിൽസും നമ്മൾ മാറ്റണം എന്നതാണ്. പ്രസാദം may be gently dropped on a free area of the plate, not on the salt, for example. Taking care to not mix salty preparation with sweet preparation. നമ്മളാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ്, സോൾട്ടി സ്വീറ്റ് ഇതെല്ലാം മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പ്രസാദം should not be served directly into the hand of the person eating unless one is serving not a meal but only morsels of Mahaprasad. ഫുൾ മീൽ ആകുമ്പോൾ കയ്യിൽ കൊടുക്കാൻ പാടില്ല. നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്നില്ലേ കയ്യിൽ കിട്ടുന്നത്, അത് കുറച്ച് ഫ്യൂ മോർസൽസ്. പക്ഷെ ഫുൾ മീലാണെങ്കിൽ അത് പ്ലേറ്റിൽ തന്നെ കൊടുക്കുന്നേ ഉള്ളൂ. എക്സെപ്റ്റ് when serving dry sweets or dry items, one should serve prasadam with a spoon even for salt. ഓക്കെ, നമ്മൾ മഹാപ്രസാദം കൊടുക്കുന്ന സമയത്ത് മാത്രം കൈ കൊണ്ട് എടുത്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ മറ്റ് സാധാരണ പ്രസാദം കൊടുക്കുന്ന സമയത്ത് അത് നമ്മളെ സ്പൂൺ കൊണ്ട് കൊടുക്കണം. നമ്മുടെ കൈ എടുത്തിട്ട് ചോറെടുത്ത് കൊടുക്കാൻ പറ്റും, അതിന് സ്പൂണ് കയ്യിലൊക്കെ ഉപയോഗിക്കണ്ടേ. പക്ഷെ മഹാപ്രസാദം കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് പറയും. Only one's right hand must be used to serve prasadam, and one should not touch anything impure, one's mouth, feet, hair, or lower body, nor should one yawn, sneeze, or spit. The serving vessel should not touch anyone's feet. അപ്പോൾ നമ്മൾ കൊടുവായിടാൻ പാടില്ല, ചുമ്മാ മടുത്തു തുമ്മാൻ വന്നാൽ എന്താ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അത് നമ്മളോട് പറഞ്ഞിട്ടാണ്. പക്ഷെ എങ്കിലും കൂടി നമുക്ക് എന്തെങ്കിലും ഇൻഡിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഗോ ലിറ്റിൽ അവേ ഫ്രം ദ ഡിവോട്ടീസ് ആൻഡ് ഇറ്റ്. ബട്ട് അത് പെട്ടെന്ന് പറയാണ്ട് വന്ന് നിർത്തിയുണ്ട്. അറ്റ്ലീസ്റ്റ് കപ്പ് വിത്ത് യുവർ ഹാൻഡ്സ്, ദെൻ ക്ലീൻ യുവർ ഹാൻഡ്സ്, ദെൻ സ്റ്റാർട്ട് സർവിങ്. സം അൺകൺട്രോളബിൾ ഇതാണ്, നിർത്തിയില്ല. And the serving vessel should not touch anyone's feet. The proper order of serving the various preparation is എങ്ങനെ ഓരോ ഐറ്റംസും സെർവ് ചെയ്യണം. What should be served first? When Gaudiya Vaishnavas serve prasadam, they begin the main meal with bitter foods such as sukta and spinach. അപ്പോൾ ആദ്യം കുറച്ച് കയ്പുള്ള രസം, അതായത് കയ്പയ്ക്ക എന്നുള്ള പോലുള്ള കാര്യങ്ങൾ. പിന്നെ അതിന് ശേഷം ദാൽ ആൻഡ് സവറീസ് such as pakoras and fried potatoes. Then come other vegetable preparations, sabji, progressing from lighter sabjis to richer sabjis and from wet to dry. ഇതൊക്കെ ഒരു നമ്മുടെ പ്രസാദം പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീസ്റ്റ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരമൊക്കെ നമ്മൾ ചെയ്താൽ ഉള്ളതാണ് നല്ലത്. Then richer wet sabjis are served again, following by raitas and chutneys. Finally, sweets, progressing from less to more sweet. Rice and chapatis should be offered from the very beginning and replenished as required. ഇത് രണ്ടും ആദ്യം തന്നെ പറയും, അത് മെയിൻ മീലാണ്, സ്റ്റാപ്പിൾ ഫുഡാണ്. അപ്പോൾ അത് കഴിയുന്നതനുസരിച്ചിട്ട് ആവശ്യം അനുസരിച്ച് നമ്മൾ അവർക്ക് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം. Until those honoring the prasadam finish all sabjis, if possible, chapati should be served hot. Chapati should be served hot. Servings may be small, but when the devotees finish an item, one should be alert to replenish the preparation. One should be generous in giving the devotees as much of an item as they desire. അവർക്ക് അത് മതി എന്ന് പറയുന്നവരെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, നെവർ സ്റ്റോപ്പ്. അപ്പോൾ അത് ഇപ്പോൾ എത്ര ഡിവോട്ടീസ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ മുൻകൂട്ടി കാണണം. One should not be miserly and hold anything back because one wants to take it later. ഓളമ്പുന്ന ആൾക്കാർ എന്ത് ചെയ്യും?
പിന്നീട് അവർക്ക് കിട്ടില്ല പറഞ്ഞിട്ട് അവർ സ്റ്റോക്ക് ഇല്ലെങ്കിൽ കുറച്ചേ കൊടുക്കുള്ളൂ. അത് അത് പാടില്ല. നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതായത് വീട്ടിലുള്ള ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഗസ്റ്റാണ്, ഡിവോട്ടീസ് വരുമ്പോൾ അവർക്ക് വയറ് നിറയെ കൊടുക്കുക, അവർക്ക് തൃപ്തി വരുന്നവരെ കൊടുക്കുക എന്നുള്ളത്. അയ്യോ നമുക്കുണ്ടാവില്ല പറഞ്ഞിട്ട് ആദ്യം തന്നെ എടുത്തു വെക്കുകയല്ല ചെയ്യുക, അല്ലേ? അത് അത് ശരിയല്ലാന്ന് പറയുന്നത്. No, and holding anything back because one wants to take it later. Prasadam is meant for distribution. The devotee should never be left with an empty plate except at the end of the meal. അപ്പോൾ ഭക്തർക്ക് കൊടുക്കുമ്പോൾ അവരുടെ പ്ലേറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അവർ മതി എന്ന് പറയും. പിന്നെ അവർ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രമേ പ്ലേറ്റ് കാലിയാകാൻ പാടുള്ളൂ. സോ ദ സെർവർ ഓർ ദ host may describe the wonderful qualities of an item as it is offered. Except where necessary for preaching, one should maintain silence. നമ്മൾ പ്രസാദമാണ് സെൻസ് പ്രചരിപ്പ പാടില്ല, പക്ഷേ പ്രീച്ചിങ് ക്യാൻ ബി ഡൺ. എന്തെങ്കിലും ഭഗവാന്റെ കഥകളോ ഭഗവാന്റെ കാര്യങ്ങളോ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഹിയറിംഗ് എ ലെക്ചർ ഓർ എ കാസറ്റ് അറ്റ് ദിസ് ടൈം ഇസ് ആൾസോ ബെനിഫിഷ്യൽ. നമ്മൾ മുമ്പൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പ്രസാദം കഴിക്കുന്ന സമയത്ത് പ്രഭാതര ലെക്ചറോ അല്ലെങ്കിൽ കീർത്തനം കിടുമായിരുന്നു. അപ്പൊ അത് മറ്റൊന്നും സംസാരിക്കാൻ പാടില്ല. സം ഡിവോട്ടീസ് ക്യാൻ റീഡ് കൃഷ്ണ ബുക്ക് ഓർ ശില പ്രഭുപാദ ലീലാമൃത. അപ്പോൾ വേറൊരു ഡിവോട്ടി അവിടെ സേവ ചെയ്തിട്ട് കൃഷ്ണ ബുക്കോ ശില പ്രഭുപാദ ലീലാമൃത വായിക്കും, മറ്റുള്ളവർ പ്രസാദം ഓണുന്ന സമയത്ത്. ഇതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു പോസിബിൾ. എവ്രി വൺ ഇൻ എ ഗ്രൂപ്പ് ഷുഡ് ബി ഓഫേർഡ് ദ സെയിം ഐറ്റംസ്. വെൻ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ടേക്ക് പ്രസാദം ടുഗദർ, no one should be offered anything that is not offered to anyone else. അതായത് എല്ലാവർക്കും ഒരുപോലെ, ചില ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കുക, ചില ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുക, ചില ആൾക്കാർക്ക് സ്പെഷ്യൽ ഐറ്റം കൊടുക്കുക. ഒരേ പന്തിയിൽ ഒരേ ടേബിളിൽ ഇരിക്കുമ്പോൾ അത് ഒരു ഡിസ്ക്രിമിനേഷൻ, അത് ചെയ്യാൻ പാടില്ല. The devotee who is serving prasadam should not make any distinction while serving. If possible, those with special diet should eat separately. അപ്പോൾ ചില ആൾക്കാർ ചില ഡയറ്ററി റിസ്ട്രിക്ഷൻസ് ഉണ്ട്, അവർ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിക്കാന്നല്ല, നോട്ട് ഇൻ കോമൺ ഗ്രൂപ്പ്. പ്രസാദം മേ ബി സെർവ്ഡ് ഫ്രം സെർവിംഗ് ബക്കറ്റ്സ്. ബക്കറ്റ് ഷുഡ് നോട്ട് ബി ഡ്രാഗ്ഡ് അലോങ് ദ ഫ്ലോർ, നോട്ട് ഷുഡ് ക്ലാങ്ങിങ് നോയ്സസ് ബി മെയ്ഡ് വിത്ത് പോട്ട് ഹാൻഡിൽസ് ആൻഡ്. നമ്മുടെ ബക്കറ്റൊക്കെ എടുത്ത് വലിക്കില്ലേ, എസ്പെഷ്യലി സ്റ്റീലോ അലുമിനിയൊക്കെയാണ് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും, അത് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആഫ്റ്റർ എവ്രി വൺ ഹാസ് ഫിനിഷ് ഓണറിംഗ് പ്രസാദം, the place must be cleaned immediately. Also, devotees can collect the remnants fallen around the plate and put in the dustbin. അപ്പോൾ പ്രസാദം ഓഫർ ചെയ്ത് കഴിച്ചാൽ അവിടെ ക്ലീൻ ചെയ്യണം, എന്നിട്ട് വേറെ നെക്സ്റ്റ് ഗ്രൂപ്പിൽ നെക്സ്റ്റ് ബാച്ചിന് ഇരുത്താൻ പാടില്ല. ഓണറിംഗ് പ്രസാദം, വൺ ഷുഡ് ബി ക്ലീൻ ഡ്യൂറിംഗ് മീൽസ്, ഹാവിംഗ് വാഷ് വൺസ് ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് മൗത്ത്. കൈയും കാലും മുഖവും കഴുകിയിട്ട് വേണം നമ്മൾ പ്രസാദം ഓണർ ചെയ്യാൻ. ഓൾസോ വൺസ് ഷീക്ക ഷുഡ് ബി ബൗണ്ട്. ഷീക്കുള്ള ആൾക്കാരെ അത് കെട്ടിവെക്കാൻ നോക്കണം, ശ്രദ്ധിക്കണം. ദ ഹെഡ് അൺകവേർഡ് ഫോർ മെൻ ആൻഡ് ഫീറ്റ് വെയർ. ചപ്പലും ഒന്നും പാടില്ല, തല കവർ ചെയ്യാൻ പാടില്ല. ഫോർ മെൻ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട്. വൺ ഷുഡ് ഈറ്റ് ഇൻ എ ക്ലീൻ, സ്പേഷ്യസ്, പീസ്ഫുൾ പ്ലേസ്. ഇഫ് പോസിബിൾ വൺ മേ അവോയ്ഡ് ഈറ്റിംഗ് ഇൻ എ വെഹിക്കിൾ ഡ്യൂറിങ് യാത്ര. ദിസ് ഈസ് അൺഅവോയ്ഡബിൾ. വെഹിക്കിളിൽ യാത്രയിൽ പോണ സമയത്ത് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. വൺ ഷുഡ് നോട്ട് ഈറ്റ് അറ്റ് ദ സന്ധ്യ, സൺറൈസ്, നൂൺ ഓർ സൺസെറ്റ്. ത്രിസന്ധ്യയിൽ നമ്മൾ കഴിക്കാൻ പാടില്ല, മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ. ബിഫോർ ബേത്തിങ് ഓർ ബിഫോർ പെർഫോമിങ് ഗായത്രി ജപ ഓർ യുവർ മോർണിംഗ് ഡെയ്റ്റി വേർഷിപ്പ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഉച്ചത്തെ വൈകുന്നേരത്തേക്ക് ഡെയ്റ്റി വേർഷിപ്പ് കഴിഞ്ഞ ശേഷം കഴിക്കാൻ പാടും, അല്ലെങ്കിൽ നമ്മൾ ഗായത്രി വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കഴിക്കാൻ പാടും. So also it is not proper to eat until the food from the previous meal has been digested. അപ്പോൾ ഡൈജഷനുള്ള സമയം കൊടുക്കണം, 4 മണിക്കൂർ 5 മണിക്കൂർ എന്താ വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഫ്രം വൺ മീൽ ടു ദ അതർ മീൽ. ഒരു മീലിന് ശേഷം മറ്റേ മീൽ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗ്യാപ്പ് എത്രയായിരിക്കണം? ഏകദേശം 4-5 മണിക്കൂർ മിനിമം വേണം. വൺ മേ ഈറ്റ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ് ബട്ട് നോട്ട് സ്പ്രെഡ്. കീപ്പിംഗ് ഇരിക്കുന്നത് ചമ്മണം പണിഞ്ഞിരിക്കണം. കീപ്പിംഗ് പ്ലേറ്റ് ഇൻ വൺ സ്ലാപ്പ് ഈസ് നോട്ട് പ്രോപ്പർ. ചില സമയത്ത് ചില ആൾക്കാർക്ക് കുമ്പിടാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ അവർക്ക് ഒരു പ്രൊവിഷൻ ടേബിളോ ചെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ മടിയിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആയുർവേദ റെക്കമെൻഡ്സ് സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ വിത്ത് എൻ ആസന ടു ടേക്ക്. ബെയർ ഫ്ലോറിൽ ഇരിക്കാൻ പാടില്ല പ്രസാദം കഴിക്കുമ്പോൾ. ഒരു മാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസനം ഉണ്ടായിരിക്കണം.
with an asana to take prasadam, with the legs crossed to ease digestion. Anyone over 50, when body does not support, however may eat while seated at a table. അപ്പൊ അത് എനിക്ക് പറഞ്ഞിട്ടില്ലാണ്. ടേബിൾ ചെയറൊക്കെ ഇരുന്നിട്ട് കഴിക്കാം. Before beginning a meal, one should glance over the prasadam and pay one's respects to it, remembering that it is the mercy of the Lord. നമ്മുടെ പ്രസാദത്തിനെ നോക്കിയിട്ട് നമ്മുടെ ഭഗവാന് നമ്മുടെ ആ റെസ്പെക്റ്റും താങ്ക്സും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഇത് ഭഗവാന്റെ മേഴ്സിയാണ്. പ്രഭുക്കെ സാക്ഷാത് ദർശൻ പ്രസാദ്. One should glorify the Lord prasadam by chanting the prayers. Okay. എങ്ങനെ ആ പ്രേയേഴ്സ് നമുക്കറിയാം, മഹാപ്രസാദി ഗോവിന്ദ് അത് പറഞ്ഞിട്ട് നമ്മൾ ചാൻഡിങ്. അപ്പൊ സി അടുത്ത ക്ലാസ്സിൽ സി മുതലത്തെ. അപ്പൊ 45 സി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंदे। हरि हरि बोल। हरे कृष्णा।